ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്പലത്തിൽ പോയി അവർ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം എന്താ പരിപാടി എന്ന് മല്ലികാമ്മ ചോദിക്കുമ്പോഴത്തേക്ക് ചിത്ര പറയുന്നു, ഇനി വഴിപാട് നടത്തണം. അച്ഛമ്മയുടെ പേരിൽ സർവാഭിഷ്ട സിദ്ധിക്കുള്ള വഴിപാട് എന്തായാലും നടത്തുക തന്നെ വേണമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ആഗ്രഹങ്ങളെല്ലാം തീർന്നു ചിത്തു, ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒന്നും നടക്കുന്നില്ല, പിന്നെ ഇനിയിപ്പോൾ എന്ത് വഴിപാട് നടത്തിയിട്ടാണ് കാര്യം ഒന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് മല്ലികാമ്മ. അപ്പോൾ ചിത്ര പറയുന്നുണ്ട്, ക്യാപ്റ്റൻ്റെ വീട്ടിൽ നിന്ന് ഞാനുമായിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്നെ അച്ഛമ്മയ്ക്ക് തിരിച്ചു തരണം, ഇതല്ലേ ആഗ്രഹം, അത് ഉറപ്പായിട്ട് നടക്കുമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. കണ്ടറിയാമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് മല്ലികാമ്മ. നടക്കും അച്ഛമ്മ, എല്ലാം നടക്കും, ഈ പിറന്നാളൊന്ന് കഴിയുന്നതോടു കൂടി നമ്മുടെ നല്ല സമയമാണെന്ന് പറയുക കേട്ടോ ചെയ്യുന്ന ചിത്തിര. നടന്നാൽ മതി, എനിക്ക് നിന്നെ ഇപ്പം കണ്ടുകൊണ്ടെങ്കിലും ഇരിക്കാൻ പറ്റുന്നുണ്ട്, അത് തന്നെ ഭാഗ്യമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ മഹേഷ് പറയുന്നുണ്ട്, എല്ലാം നടക്കും, എന്തായാലും ചിത്തിരെ ചേച്ചിക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന് പറയുന്നു. എന്നാൽ ഹരിവാ നമുക്ക് പോയി വഴിപാടൊക്കെ നടത്താമെന്ന് ചിത്തിര പറയുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഹരിയെയും കൂട്ടിക്കൊണ്ട് ചിത്തിര വഴിപാടുകളെല്ലാം നടത്തുന്നതിന് വേണ്ടി പോവുക കേട്ടോ ചെയ്യുന്നത്. മല്ലികാമ്മയ്ക്കും അതുപോലെ തന്നെ മഹേഷിനും സന്തോഷമാവുന്നുണ്ട്. ഹരിയും ചിത്തിരയുമായുള്ള കൂട്ട് അങ്ങോളം അങ്ങ് നിലനിൽക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുക കേട്ടോ ചെയ്യുന്നത് മല്ലികാമ്മയും മഹേഷും. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും ആ ക്യാപ്റ്റൻ ഇതൊന്നും കണ്ടുപിടിക്കാതിരുന്നാൽ മതി, കണ്ടുപിടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ എന്നെ അവിടുന്ന് പുറത്താക്കും, ദൈവമേ അങ്ങനെ ഒരു അവസ്ഥ വരരുത്, ഇപ്പം എനിക്ക് നിന്നെ കണ്ടുകൊണ്ടെങ്കിലും ജീവിക്കാനായിട്ട് അവിടെ സാധിക്കുന്നുണ്ട് എന്നൊക്കെ മല്ലികാമ്മ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് ചിത്തിരയും പറയുന്നുണ്ട്. അങ്ങനെ ഹരിയുടെ കൈയും പിടിച്ച് ചിത്തിര വഴിപാടുകളെല്ലാം നടത്തുന്നതിന് വേണ്ടി പോകുന്നു. ആ കാഴ്ച കണ്ട് കൺകുളിർക്കെ നിൽക്കുക കേട്ടോ ചെയ്യുന്നത് മഹേഷും അതുപോലെ തന്നെ മല്ലികാമ്മ. ഇവർ വലുതാകുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ എന്ന് മല്ലികാമ്മ ചോദിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും, എനിക്ക് ചേച്ചി എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും ഹരിക്ക് ചിത്തിര. ഇപ്പം തന്നെ ഹരിക്ക് ചിത്തിര എന്ന് പറഞ്ഞാൽ ജീവനാണെന്ന് പറയുന്നു. ഇവരങ്ങനെ തന്നെ സന്തോഷമായിട്ട് ഈ കൂട്ട് തുടർന്ന് അങ്ങ് പോകണമെന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുന്നു എന്ന് മല്ലികാമ്മ പറയുന്നു. അത് തന്നെ എൻ്റെയും ആഗ്രഹമെന്ന് മഹേഷും പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി വളർന്നു വരുമ്പോൾ ചിത്തിരയുടെ നായകനായിരിക്കും ഹരിയും ചിത്തിരയും ഒറ്റക്കെട്ടായിട്ടായിരിക്കും വരുന്നത് കേട്ടോ. അതാണ് ഇനി കാണാനായിട്ട് സാധിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സ്കൂളിൽ നിന്ന് ടീച്ചർ വരികയാണ് കേട്ടോ ചെയ്യുന്നത്, അതുപോലെ ക്യാപ്റ്റനെ കാണുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ടീച്ചർ വരുന്നു. അപ്പോൾ ആരാന്ന് ശംഖു വന്ന് ചോദിക്കുന്നു. ഞാൻ ചിത്തിരയുടെ സ്കൂളിൽ നിന്നാന്ന് പറയുന്നു. ടീച്ചറാണ് റീന എന്ന് പരിചയപ്പെടുത്തുക കേട്ടോ ചെയ്യുന്നത്. വരൂ എന്നും പറഞ്ഞുകൊണ്ട് ശങ്കർദാസ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ടീച്ചർ ഇരിക്കുന്നു. ടീച്ചറിൻ്റെ അടുക്കലേക്ക് ക്യാപ്റ്റൻ എത്തുമ്പോഴത്തേക്കും ടീച്ചർ പറയുന്നുണ്ട്, മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണെങ്കിലും ഹൈലി റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ചിത്തിരയ്ക്ക് അഡ്മിഷൻ കൊടുത്തത്. അത് കൂടാതെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൊക്കെ ചിത്തിര മിടുക്കിയായിരുന്നു, ഒന്നാമതെത്തുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്യുകയാണെങ്കിൽ, ക്ലാസ്സിൽ വരാതിരിക്കുകയാണ്, പറയാതെ ലീവ് എടുക്കുകയാണെങ്കിൽ ഇതൊന്നും ഞങ്ങൾക്ക് വച്ച് പൊറപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് ടീച്ചർ പറയുക കേട്ടോ ചെയ്യുന്നത്. ക്ലാസ്സിൽ വന്നില്ലെന്നോ, ചിത്തിര ലീവാണെന്നോ? ഇത് കേൾക്കുന്ന ക്യാപ്റ്റൻ ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. അയ്യോ, അവൾ ലീവ് എടുത്ത വിവരമൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വായും പൊളിച്ച് ക്യാപ്റ്റൻ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ശംഖുവിൻ്റെ അടുക്കലേക്ക് പറയുന്നുണ്ട്, ആ ഡ്രൈവറെ ഇങ്ങോട്ട് വിളിക്കാനായിട്ട് പറയുന്നു. ഇന്ന് ചിത്തിര സ്കൂളിലേക്ക് വന്നിട്ടില്ല എന്ന് ടീച്ചർ പറയുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ അവൾ എവിടെ പോയി എന്നിങ്ങനെ ക്യാപ്റ്റൻ അന്തം വിട്ട് ആലോചിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്താ നിങ്ങളോടൊന്നും വിവരമൊന്നും പറയാതെയാണോ കുട്ടി പോയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ റീന ടീച്ചർ. അപ്പോൾ ഉടനെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, അല്ല ടീച്ചർ, ഒരിപ്പം ശരിയാക്കി തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഡ്രൈവറിനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നു. ചിത്തിര സ്കൂളിൽ പോയില്ല, പിന്നെ എവിടെ പോയി എന്ന് ഡ്രൈവറിനോട് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അല്ല, ഞാൻ സ്കൂളിൻ്റെ അവിടെ ഇറക്കിയെന്ന് ഡ്രൈവർ ആദ്യം കള്ളം പറയുന്നുണ്ട്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, ഇത് ചിത്തിരയുടെ സ്കൂളിലെ ടീച്ചറാണെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ ആ ഡ്രൈവർ സത്യം പറയട്ടോ ചെയ്യുന്നത്. വഴിയിൽ ഇറങ്ങണമെന്ന് ചിത്തിര വാശി പിടിച്ചു, ഞാൻ ഇറക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഇറക്കേണ്ടി വന്നു. ആരുടെ ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞു, ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നെന്നും പറഞ്ഞു എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. ഡ്രൈവർ ബർത്ത്ഡേ ആഘോഷിക്കാനോ? അപ്പോൾ ക്യാപ്റ്റൻ്റെ കാര്യം പിടിയിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി എന്നുള്ള ഭാവത്തിൽ ക്യാപ്റ്റൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആഘോഷിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചിത്തിരയോട് പൊയ്ക്കോളാനായിട്ട്, ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലേ മേഡം എന്ന് ഡ്രൈവർ ഉടനെ തന്നെ ടീച്ചറിനോട് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അതെ അതെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആക്കിക്കൊണ്ട് തലയാട്ടോ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ പറഞ്ഞ ജോലി ഞാൻ ചെയ്താൽ മതി, താൻ ഈ കാണിച്ച ധിക്കാരത്തിനുണ്ടല്ലോ തന്നെ ഇവിടെ ഇനി വച്ച് പൊറപ്പിക്കത്തില്ല എന്ന് ക്യാപ്റ്റൻ പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ഡ്രൈവർ പറഞ്ഞു, എൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ച് വിടരുത് മാഡം എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. തന്നെ പിരിച്ച് വിടുവോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചല്ലോ, ഇപ്പോൾ താൻ പോയി കാറിൻ്റെ അടുത്ത് പോയി നിൽക്കാനാണ് പറഞ്ഞതെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അല്ല മാഡം, എനിക്ക് ജോലി ഇല്ലാതെ പറ്റത്തില്ല, എന്നെ ഇവിടുന്ന് പിരിച്ച് വിടല്ലേ എന്ന് വീണ്ടും പറയുക കേട്ടോ ചെയ്യുന്നത്. തന്നോട് ഇവിടുന്ന് പോകാനല്ലേ പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, അല്ല ഈ വീട്ടിൽ നിന്നേ പോകാനാണോ അതോ കാറിൻ്റെ അവിടെ പോയി നിൽക്കാനാണോ ചോദിക്കുന്നത്. അപ്പോൾ കാറിൻ്റെ അവിടെ പോയി നിൽക്കണമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. താങ്ക് യു മാഡം എന്ന് പറയും. ഇത്
കേൾക്കുന്ന ക്യാപ്റ്റൻ നെട്ട് കേട്ടോ ചെയ്യുന്നത്. ഡ്രൈവറിന് എന്താ ഇങ്ങനെ വട്ടായോ എന്നുള്ള രീതിയിൽ. പിന്നീട് ക്യാപ്റ്റൻ ആണെങ്കിൽ ടീച്ചറിനോട് സോറിയൊക്കെ പറയുന്നുണ്ട്. ഇനി മേലിൽ ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കത്തില്ല എന്നും ഞാൻ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം എന്നും പറയുന്നുണ്ട് കേട്ടോ. സൗമ്യമായിട്ട് വേണം ചിത്രയോട് ഇടപെടാനെന്ന് ടീച്ചർ പറയും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ടീച്ചർ, എന്തായാലും ഇതിനൊരു പരിഹാരം ഞാൻ ഇന്ന് ഉണ്ടാക്കുമെന്നും പറയുന്നു. പിന്നീട് ക്യാപ്റ്റൻ അങ്ങ് കലിതുള്ളു കേട്ടോ ചെയ്യുന്നത് ശങ്കർദാസിനോട്. എനിക്കറിയാം അവൾ എവിടെയാണ് പോയിരിക്കുന്നത്, ആരുടെ പിറന്നാൾ ആഘോഷിക്കാനാണ് പോയിരിക്കുന്നതെന്നും എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന് ഇങ്ങനെ ക്യാപ്റ്റൻ പറയുക കേട്ടോ ചെയ്യുന്നത്. പിന്നീടാണെങ്കിൽ മല്ലികാമയും ചിത്തിരയും മഹേഷും ഹരിയും കൂടെ സദ്യ ഉണ്ണാനിരിക്കുന്നു. അപ്പോൾ ഞാനൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ട് അച്ചമ്മയ്ക്കെന്നും പറഞ്ഞിട്ട് ആ വള എടുത്ത് വെച്ച് കാണിക്കുക കേട്ടോ ചെയ്യുന്നത്. വളയോ? വള വാങ്ങാനുള്ള കാശ് നിനക്ക് എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് മല്ലികാമ. അതൊക്കെ കിട്ടിയെന്ന് പറയും. എവിടുന്ന് കിട്ടി? മര്യാദയ്ക്ക് സത്യം പറ ചിത്തു എന്ന് മല്ലികാമ പറയുന്നു. എക്സ്ചേഞ്ച് എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. എക്സ്ചേഞ്ചോ? അതെ. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ കഴുത്തിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം മാല ക്യാപ്റ്റൻ അത് തന്നെ, മാല ഞാൻ കൊടുത്തിട്ട് വളയാക്കി മേടിച്ചു എന്ന് പറയുക കേട്ടോ ചെയ്യുന്നു. ഷോ എന്ത് കഷ്ടമാണ് ചിത്തു നീ കാണിച്ചത്. ആ ക്യാപ്റ്റൻ സ്നേഹത്തോടെ തന്ന മാലയല്ലേ, അത് മാറ്റി വള മേടിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് സമ്മാനം വേണമെന്ന് ഞാൻ നിന്നോട് വല്ലതും പറഞ്ഞിരുന്നു. ഇതെനിക്ക് വേണ്ട, ഞാൻ ഒരു കാരണവശാലും ഇത് വാങ്ങില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇതെൻ്റെ കയ്യിൽ കിടന്നാൽ പൊള്ളുമെന്നും പറയുന്നുണ്ട് കേട്ടോ. വാങ്ങച്ചമ്മയെന്ന് ഹരിയും പറയാട്ടോ ചെയ്യുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് വാങ്ങാനായിട്ട് പോകുന്നില്ല എന്ന് തീർത്ത് പറയാട്ടോ ചെയ്യുന്ന മല്ലികാമ്മ. ഇത് ക്യാപ്റ്റൻ കൊടുത്തതാണ്, അവരുടെ സാധനം ഞാൻ എൻ്റെ കയ്യിലിട്ടാൽ പിന്നെ എൻ്റെ കൈ പൊള്ളും. പിന്നെ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ്റെ പുറത്ത് ഞാൻ വാങ്ങാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്ത് കണ്ടീഷനാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ചിത്തിര. പറയുന്നുണ്ട് മല്ലികാമ്മ, ഇത് 2 ദിവസം ഞാൻ എൻ്റെ കയ്യിലിടും, അതിനുശേഷം നീ ഇത് മാറ്റി, നീ ഇപ്പോൾ മേടിച്ചിരിക്കുന്ന മുക്കുമാലയുണ്ടല്ലോ അത് മാറ്റിയിട്ട് ഈ വളയും മാറ്റി നീ നിൻ്റെ കഴുത്തിൽ കിടന്ന അതേ മാല തന്നെ വാങ്ങിച്ച് ഇടണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ വള വാങ്ങിക്കത്തുള്ളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും വാങ്ങിച്ച് പോയില്ല ചേച്ചി, ഇടുമെന്ന് പറയുന്നുണ്ട്. ഈ കണ്ടീഷൻ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ മഹേഷ്, അല്ല എന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് വേണ്ട. ഇങ്ങനൊരു പരിപാടി ഇവൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്ന് പറയുന്നു. എനിക്കൊരു സമ്മാനവും വേണ്ട, ഉള്ളിടത്തോളമൊക്കെ മതി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇനി ചിത്തുവിന് തീരുമാനിക്കാമെന്ന് പറയുന്നു. അച്ചമ്മേ എന്നും പറഞ്ഞിട്ട് കൊഞ്ചുന്നുണ്ട് കേട്ടോ ചിത്ര. കൊഞ്ചലും ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഈ വള ഞാൻ സ്വീകരിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വള നീ തന്നെ വെച്ചോളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിത്ര ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശരി അച്ചമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാമെന്നും ഈ വള ഞാൻ 2 ദിവസം കഴിയുമ്പോൾ മാറ്റി മാലയാക്കി മേടിച്ചോളാമെന്നും പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ശരി ഇടാമെന്നും പറഞ്ഞുകൊണ്ട് മല്ലികാമ വള ഇടാനായിട്ട് തയ്യാറാവുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചിത്തിര മല്ലികാമ്മയുടെ കയ്യിലേക്ക് വള ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ സന്തോഷകരമായിട്ടുള്ള പിറന്നാൾ ആഘോഷങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരറിയുന്നില്ല അവിടെ ക്യാപ്റ്റൻ എല്ലാ സത്യവും കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം കേട്ടോ. പിന്നീട് വളയെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ സന്തോഷമാവുന്നുണ്ട് ചിത്തിരയ്ക്കും മല്ലികാമ്മയ്ക്കും സന്തോഷമാവുന്നുണ്ട്. കണ്ടില്ലേ ആ മുഖഭാവം എന്നൊക്കെ പറഞ്ഞ് കളിച്ചിരി തമാശകളിലൂടെയൊക്കെ ഇവരിങ്ങനെ കടന്നു പോവുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ചിത്തിര പറയുന്നുണ്ട്, അച്ചമ്മയുടെ അനുഗ്രഹം വേണം ഞങ്ങൾക്ക്, ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ഒരാളുടെ അനുഗ്രഹം മേടിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടു എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. ആഹാ അത് കൊള്ളാമല്ലോ എന്നിങ്ങനെ പറയുന്നു. അപ്പോഴേക്കും അതിനു മുമ്പ് ഞാനൊരു സമ്മാനം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് സാരി കൊടുക്കുക കേട്ടോ സമ്മാനമായിട്ട്. നിങ്ങളാൾ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് മല്ലികാമ്മ സാരിയും വാങ്ങുന്നുണ്ട്. പിന്നീട് ചിത്തിര അനുഗ്രഹം വാങ്ങിക്കുന്നു, ഹരി അനുഗ്രഹം മേടിക്കുന്നു, എല്ലാവരെയും കെട്ടിപ്പിടിച്ച് അനുഗ്രഹം കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് മല്ലികാമ്മ. പിന്നീട് അവർ സദ്യ കഴിക്കുകയാണ് ഒരുമിച്ചിരുന്ന്. അങ്ങനെ സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുത്തുമൊക്കെ മല്ലികാമ്മയുടെ പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിച്ച് സദ്യയൊക്കെ ഉണ്ട് അവരങ്ങ് തകർക്കുക കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ശംഖുവും അതുപോലെ തന്നെ ക്യാപ്റ്റനും അങ്ങ് ദേഷ്യത്തിലിരിക്കുക കേട്ടോ ചെയ്യും. അപ്പോൾ ശംഖു ഒന്ന് പറയുന്നുണ്ട്, അവരെ വഴക്കൊന്നും പറയണ്ട, മയത്തിലായിരുന്നു ഇതെല്ലാം കൈകാര്യം ചെയ്യാനെന്ന് പറയുന്നു. ശംഖു ഇക്കാര്യത്തിൽ ഇടപെടേണ്ട, എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. ക്ലാസ്സിൽ കയറാതെ നമ്മളെയും പറ്റിച്ച് അവൾ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് പോയിരിക്കുന്നു. ഇങ്ങനെ പിറന്നാൾ ആഘോഷിക്കാൻ പോകാനായിട്ട് ആ സ്ത്രീ ആരാണെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അത് നമുക്കറിയില്ലല്ലോ ചിത്തിരയ്ക്ക്, ചിലപ്പോൾ ആ സ്ത്രീയോട് ശകലം സ്നേഹം കൂടുതൽ തോന്നിക്കാണും. ഓരോരുത്തരുടെയും മനസ്സല്ലേ എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ സ്നേഹം തോന്നേണ്ട ആവശ്യമില്ല, അവളുടെ ബന്ധുവൊന്നുമല്ലല്ലോ ആ സ്ത്രീയോട് ഇത്രയ്ക്ക് സ്നേഹം കാണിക്കാനും മാത്രം ഒന്നും ഇല്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ശംഖു എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആ സ്ത്രീ ഇവിടുത്തെ വേലക്കാരിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ കള്ളം പറഞ്ഞ് പോയിരിക്കുന്നു. അപ്പോൾ ഉടനെ ശംഖു പറയുന്നുണ്ട്, നീ ഇങ്ങനെ വാശി പിടിക്കാതെ എന്ന് പറയുന്നു. ശംഖു പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇന്നത്തോടെ പക്ഷേ ഞാൻ ഇത് തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ചാടി എണീക്കാട്ടോ ചെയ്യുന്നു. ഇനി ആരുടെയും റെക്കമെൻഡേഷന് ആവശ്യമില്ല എന്നും ക്യാപ്റ്റൻ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നീ അനുസരിച്ചിട്ടുണ്ട്, പക്ഷേ ആ സമയത്തൊക്കെ നിൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ടായിരുന്നു എന്ന് പറയട്ടെ. എന്ത് തെറ്റ്? ശംഖു എന്നെ പഠിപ്പിക്കാനും എന്നെ തെറ്റിദ്ധരുത്താനും ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയട്ടോ ചെയ്യുന്നു. ഇങ്ങനെ ആവല്ലേ രേണു, നിനക്ക് എല്ലാവരെയും അടിച്ചമർത്തി ജീവിക്കണമെന്നാണ്, അത് എല്ലാവരുടെയും നടക്കത്തില്ല. നമുക്ക് ചിത്തിരയുടെ സന്തോഷം മാത്രമല്ലേ നോക്കേണ്ടത്, ചിത്തിരയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അവിടെ സന്തോഷം ആ സ്ത്രീക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണെങ്കിൽ അവളത് ചെയ്തോട്ടെ, നീ എന്തിനാണ് അതിനൊക്കെ തടസ്സം നിൽക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നും
ആ സ്ത്രീ ഇന്നലെ വന്ന സ്ത്രീയാണെന്നും അവരോട് ഇത്രയ്ക്കൊന്നും കാണിക്കേണ്ട ആവശ്യം ചിത്തിരയ്ക്കില്ല. അവളെ ഞാൻ മര്യാദ പഠിപ്പിക്കും. ഞാൻ എവിടെയൊക്കെ വിമർശിക്കണമോ അവിടെയൊക്കെ വിമർശിക്കുക തന്നെ ചെയ്യും. ഇതിൽ ഞാൻ ആക്ഷൻ എടുക്കും. അതിലാരും തടസ്സം നിൽക്കാനായിട്ട് വരണ്ട എന്നും ഇതിലെന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമെന്നും പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ നിൻ്റെ ഈ പെരുമാറ്റം കാരണമുണ്ടല്ലോ നിനക്കെല്ലാം നഷ്ടപ്പെടുത്തേ ഉള്ളൂ, ഒന്നും നീ നേടത്തില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എനിക്കെല്ലാം നഷ്ടപ്പെട്ടോട്ടെ, നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടില്ലല്ലോ, ഇന്ന് അവൾ ഇങ്ങോട്ട് വരട്ടെ. അവളുടെ ഗാർഡിയൻ നമ്മളാണ്, നമ്മളെ സന്തോഷിപ്പിക്കലാണ് അവളുടെ ജോലി, അല്ലാതെ കണ്ട വേലക്കാരികളെയെല്ലാം സന്തോഷിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഇതിനുള്ള തിരിച്ചടി ഞാൻ അവൾക്ക് കൊടുക്കുക തന്നെ ചെയ്യും. കള്ളം പറഞ്ഞ് അവൾ പോയിരിക്കുന്നു. ഇത്രയ്ക്ക് തൻ്റെ ഇടം ഒരു പെൺകുട്ടിക്ക് പാടില്ല. അവളങ്ങ് മുട്ടേന്ന് വിരിഞ്ഞില്ലല്ലോ. അതിനു മുമ്പ് ഇമാതിരി പ്രവൃത്തി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? അതിന് ചിത്ര ബാങ്കൊന്നും കൊള്ളയടിച്ചില്ലല്ലോ. അപ്പോൾ ഉടനെ തന്നെ ക്യാപ്റ്റൻ പറയും, ഇങ്ങനെ പോവുകയാണെങ്കിലേ അവൾ ബാങ്ക് തന്നെ കൊള്ളയടിക്കും. ഇന്ന് അവൾ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു സ്കൂളിലെ, വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ടീച്ചർ നേരിട്ട് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുമായിരുന്നു. ഇല്ലല്ലോ. അപ്പോൾ അവളുടെ കള്ളക്കളി ഇന്നത്തോടെ അവസാനിപ്പിക്കണമെന്നും ക്യാപ്റ്റൻ പറയുന്നു. ഇനി ഒരു അക്ഷരം പോലും പറയണ്ട ശംഖു എന്നും പറയുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ഇവർ ബീച്ചിൽ കറങ്ങുകയാണ്, മല്ലികാമയും ചിത്തിരയൊക്കെ കൂടെ. ചിത്തിര ഇങ്ങനെ മാറി നിന്ന് ബീച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റും മോളെ, എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇല്ല ഓട്ടോ മാമ, എനിക്ക് അവിടെ താമസിക്കാൻ ഒരു താല്പര്യമില്ല. ക്യാപ്റ്റൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് മടുത്തു അവിടെ നിന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. എന്തുവാ അവിടെ പട്ടാള ക്യാമ്പ് തന്നെയാണ്, എനിക്കും എൻ്റെ അച്ഛമ്മയ്ക്കും പഴയതുപോലെ ജീവിക്കണം, അതാണ് ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ മല്ലികാമ്മ പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്ത് ചെയ്യാനാ മോളെ, നമ്മുടെ വിധിയല്ലേ. അപ്പോൾ ഉടനെ പറയുന്നുണ്ട് കേട്ടോ മഹേഷ്, അത് തന്നെ, കാരണം ഇപ്പം നിങ്ങൾ ക്യാപ്റ്റൻ്റെ മോളല്ലേ ചിത്തു, കാരണം ക്യാപ്റ്റൻ ദത്തെടുത്ത് കഴിഞ്ഞു, നിയമപരമായിട്ട് അവർക്കാണ് നിൻ്റെ മേലെല്ലാം അധികാരം, അതുകൊണ്ട് ഇത് പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ തന്നെ മല്ലികാമ്മ പറയുന്നുണ്ട്, എന്തായാലും ഇങ്ങനെയെങ്കിലും കഴിയാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ, ക്യാപ്റ്റൻ്റെ മുമ്പിൽ താണു വീണ് നിന്നാലും വേണ്ടൂല, എനിക്ക് ചിത്തുവിൻ്റെ കൂടെ കഴിയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അതല്ല അച്ഛമ്മേ, ഓട്ടോമാമൻ അറിയാമോ, ആ ക്യാപ്റ്റൻ ഏത് സമയത്തും അച്ഛമ്മയോട് പൊട്ടിത്തെറിക്കും, ദേഷ്യപ്പെടും, അതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. അച്ഛമ്മയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കുന്നു, അതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ ചിത്തുവിൻ്റെ അടുക്ക മഹേഷ് പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, 6 വർഷമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല, അതിനു മുമ്പ് തന്നെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടാവുമെന്ന് അച്ഛൻ പറയുന്നത്? അതൊക്കെ ഉണ്ടാകും, നിങ്ങൾ ഇതിലും വലിയ പ്രതിസന്ധികൾ വന്നപ്പോഴും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളതല്ലേ. ഈ പ്രതിസന്ധിയിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുകയും നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനും കഴിയുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതിനുള്ള വഴി തെളിയാതിരിക്കില്ല എന്ന് പറയുന്നു. ദൈവമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു വഴി കൊണ്ടുതരുമെന്ന് പറയുന്നു. അപ്പോൾ മല്ലികാവ് പറയുന്നുണ്ട്, വഴി തെളിഞ്ഞാലും തെളിഞ്ഞില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും എനിക്കെൻ്റെ ചിത്തുവിനെ കണ്ട് കഴിയാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ, ഇതിനു പോലും കഴിഞ്ഞില്ലായിരുന്നെങ്കിലത്തെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ മനസ്സിൻ്റെ പ്രയാസം പിന്നീട് ഞാൻ ആരോട് പറയും? രണ്ടുപേരും രണ്ടിടത്ത് കഴിയുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. ഇപ്പോൾ ക്യാപ്റ്റൻ്റെ മുമ്പിൽ ചീത്തയും വഴക്കും കേട്ട് നിന്നാലെന്താ? ഇതിലും കൂടുതൽ പ്രതിസന്ധികൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതല്ലേ, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാലും മതിയെന്ന് മല്ലികാമ്മ പറയുന്നു. പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ചിത്തിരയെ പുറത്ത് പിടിച്ച് നിർത്തിയിരിക്കുക കേട്ടോ ക്യാപ്റ്റൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഡ്രൈവറിൻ്റെ ഒക്കെ ചോദിച്ചോളൂ, നീ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തോടാ ഇവളോടും ചോദിക്കും. അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല മാഡം, നീ പറഞ്ഞു കാണും, നിനക്ക് എന്നെക്കാട്ടിലും കൂടി ഇവളോടാണല്ലോ എന്ന് പറയും. ഇല്ല മാഡം, ഞാൻ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്ന് ഡ്രൈവർ പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ക്യാപ്റ്റൻ ആണെങ്കിൽ ചിത്തിരയോട് പൊട്ടിത്തെറിക്കുക കേട്ടോ ചെയ്യുന്നത്. ഓ നിന്നോട് ആരാടി പറഞ്ഞത് പിറന്നാൾ ആഘോഷിക്കാനായിട്ട് സ്കൂൾ കട്ട് ചെയ്ത് പോകാനെന്ന് ക്യാപ്റ്റൻ ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ചിത്തിര ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. ചിത്തിര ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ക്യാപ്റ്റൻ അത് അറിയുമെന്നുള്ളൂ. നമ്പറും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് നീ സ്കൂളിൽ നിന്ന് മെസ്സേജ് വരാതിരിക്കാനുള്ള പരിപാടി ഒപ്പിച്ചിട്ട് ആ സ്ത്രീയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോയി അല്ലേടി, നിന്നോടല്ലേടി ചോദിച്ചത്, നിൻ്റെ വായിലെന്താടി, മര്യാദയ്ക്ക് ഉത്തരം പറയടി എന്ന് പറയാട്ടോ ചെയ്യുന്നു. അപ്പോൾ ചിത്തിര പറയുന്നത്, അങ്ങനെ ചെയ്യണമെന്ന് തോന്നി ചെയ്തു എന്ന് പറയാട്ടോ ചെയ്യുന്നത്. കേട്ടില്ലേ ശംഖു ഇവള് പറയുന്നത്? ഇവളുടെ തൻ്റെ ഇടം കണ്ടില്ലേ, ഇവളെ എന്ത് ചെയ്യാനാണ്? ഇവൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരം വന്ന് പാടില്ലല്ലോ, ഇവളെ നിലയ്ക്ക് നിർത്തുക തന്നെ വേണമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും തന്നെ മല്ലികാമ്മ അങ്ങോട്ടേക്ക് ഗേറ്റ് കടന്ന് വരിക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഭയങ്കര ഒരു ബഹളത്തിൻ്റെ, അതായത് വഴക്കിൻ്റെ ഒരു സിറ്റുവേഷൻ നിലനിർത്തുക. അപ്പോൾ തന്നെ മല്ലികാമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ക്യാപ്റ്റൻ കൈയോടെ പൊക്കി, അതുകൊണ്ടാണ് ചിത്തിരയെ പുറത്ത് നിർത്തി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്, കോർട്ട് മാർഷൽ നടക്കുകയാണെന്നൊക്കെ മനസ്സിലാവുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ക്യാപ്റ്റൻ വരുന്നുണ്ട്, ഇതാ പിറന്നാളുകാരി എത്തിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയാട്ട് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ക്യാപ്റ്റൻ്റെ അടുക്കലേക്ക് മല്ലികാമ്മ വരുന്നുണ്ട്. അയ്യോ എവിടെയായിരുന്നു, പിറന്നാളൊക്കെ നല്ലപോലെ ആഘോഷിച്ചോ? നാണമുണ്ടോ സ്ത്രീയെ നിങ്ങൾക്ക്? ഒരു കൊച്ചു കുട്ടിയെ പറ്റിച്ചിട്ട് ആ കുട്ടി കൊണ്ടുവന്ന പൈസ കൊണ്ട് സദ്യ വാങ്ങിച്ച് നാണമില്ലാതെ നക്കാനായിട്ട് നിങ്ങളെക്കൊണ്ട് എങ്ങനെ സാധിച്ചു? നിങ്ങളെക്കൊണ്ട് മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ, നിങ്ങളുടെ തൊലിക്കട്ടി അപാരം തന്നെയെന്ന് ക്യാപ്റ്റൻ പറയും. ഇത് കേൾക്കുന്ന മല്ലികാമ്മയ്ക്ക് വിഷമാവുന്നുള്ളൂ കേട്ടോ. മല്ലികാമ്മ മിക്കവാറും ക്യാപ്റ്റൻ്റെ അടുക്ക പൊട്ടിത്തെറിക്കും.